കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട മോശ പ്രാർത്ഥിച്ച സുന്ദരമായ ഒരു പ്രാർത്ഥന നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇച്ചിരി ദുശാഠ്യക്കാരായവർ, കുറച്ച് പാപങ്ങളൊക്കെ ചെയ്തു പോയവർ, ചില കുടുക്കിലൊക്കെ പെട്ടുപോയവർ ഈ പ്രാർത്ഥന ഒന്ന് ചെല്ലുന്നത് നല്ലതാണ്. ഒറ്റപ്പെട്ടു പോയവർ, സങ്കടപ്പെടുന്നവരും ഒക്കെ പ്രാർത്ഥിക്കാനും വലിയൊരു അഭിഷേകം നിങ്ങളിലേക്ക് നിറയുന്ന ഒരു വചനഭാഗം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മോശ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച അതിശക്തമായ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിലാണ്. കൽപ്പലകളിൽ വീണ്ടും എഴുതി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മലമുകളിലേക്ക് മോശ കയറിപ്പോകുന്നുണ്ട്. കർത്താവ് തൻ്റെ സാന്നിധ്യമൊക്കെ മേഘത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ ശക്തിയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് മോശ പ്രാർത്ഥിക്കുന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ 8-9 വാക്യങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്. നിങ്ങളത് എടുത്ത് വായിച്ച് അടയാളപ്പെടുത്തിയിടണം, വായിക്കണം, പ്രാർത്ഥിക്കണം, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. ആദ്യത്തെ അങ്ങ് അടയാളപ്പെടുത്തി കിട്ടോ, ഞങ്ങളുടെ കൂടെ വരണമേ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇച്ചിരി ദുശാഠ്യം, കുസൃതിത്തരങ്ങൾ, തല്ലിപ്പൊളിത്തരങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ കർത്താവ് പറയുന്നൊന്നും കേൾക്കാതിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടക്കുന്നുണ്ട്. അപ്പോഴും മോശ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാം: കർത്താവെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇച്ചിരി കുസൃതിയൊക്കെയാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. രണ്ടാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കുറവുകളുണ്ട്, സങ്കടങ്ങളുണ്ട്. കർത്താവെ, നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട്, വീണ് പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടും അപകടങ്ങളിലേക്കൊക്കെ, അബദ്ധങ്ങളിലേക്കൊക്കെ ആവർത്തിച്ച് വീണ് പോയിട്ടുണ്ട്. എന്നാലും എന്നോട് ക്ഷമിക്കണമേ എന്ന് സ്നേഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കൂടെ വരണേന്ന് പ്രാർത്ഥിക്കുന്നു, തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്: കർത്താവെ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി കാണണമേ, സ്വന്തമായി സ്വീകരിക്കണമേ. 3 പ്രാർത്ഥനകൾ പെട്ടെന്ന് അങ്ങ് പഠിച്ചോ. കർത്താവെ, ഞങ്ങളുടെ കൂടെ വരണമേ. 2, കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മൂന്നാമത്തത്, കർത്താവെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുകയും ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 പ്രാർത്ഥനകൾ ഈ ഒരു വചനത്തിൽ കിടക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ വ്യക്തിപരമായിട്ടൊക്കെ അത് പ്രാർത്ഥിക്കുക എന്തൊരു സുന്ദരമായ കാര്യമാണ്. കൂടെ വരണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ സ്വന്തമായിട്ട് സ്വീകരിക്കണമേ. ഒരു കുഞ്ഞു ഹോംവർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പ്രാർത്ഥന നിങ്ങൾ പഠിച്ചല്ലോ, അതിൻ്റെ കൂടെ ഒരു വലിയ കാര്യം കൂടെ ചെയ്യണം. എന്നറിയോ? ഈ പുറപ്പാട് പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. 3 വാക്യങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് തീരും. അതിൽ 6ഉം 7ഉം വാക്യങ്ങളിലും ഒരു കുഞ്ഞു കാര്യം ഇങ്ങനെ കിടപ്പുണ്ട്. അതായത് ദൈവം മോശയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ പ്രത്യേകത ഇതൊക്കെയാണെന്ന് ദൈവം മോശയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. മോശയുടെ മുമ്പിൽ മേഘത്തിൽ കർത്താവ് തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കർത്താവാണ്, നിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് ഒരു 5 കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ചില പ്രത്യേകതകൾ, സ്പെഷ്യാലിറ്റീസ് അത് പറയുന്നുണ്ട്. നിങ്ങളത് കണ്ടുപിടിക്കണം, വായിക്കണം, നോട്ട് ബുക്കിലേക്ക് ഒന്ന് കുറിച്ചിടണം. ഒപ്പം തന്നെ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കുക. 5 കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് ഇടണം കേട്ടോ. സമയമുണ്ടോ? ഇച്ചിരി സമയം എടുക്കും. വചനമൊക്കെ പഠിക്കാൻ നിങ്ങൾ എടുക്കുന്ന സമയം ഒരിക്കലും വേസ്റ്റായി പോലെ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും. മോശ മലമുകളിൽ കണ്ട സാന്നിധ്യം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കാണാൻ ഇടവരട്ടെ. 5 കാര്യങ്ങൾ വളരെ പ്രത്യേകതയോടുകൂടി വായിക്കണം. ഇങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ടെന്നും ആ ദൈവത്തിൻ്റെ പ്രത്യേകതകളൊന്നും നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. പ്രാർത്ഥിക്കണം. മോശ കണ്ടതുപോലെ അങ്ങനെ പരിശുദ്ധ സാന്നിധ്യം കാണാൻ എനിക്ക് ഇടവരുത്തണമേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ അങ്ങനെ സ്വന്തമായി സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക. ഈ സമയം ഈ വചനത്തിൻ്റെ ആശീർവാദം നിങ്ങൾ സ്വീകരിക്കുക. കർത്താവെ, ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാ മക്കളിലേക്കും, ഇതിൽ പ്രാർത്ഥിക്കുന്നവരിലേക്ക്, ഷെയർ ചെയ്യുന്നവരിലേക്ക്, ഇതാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു, ആരോടൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നോ, അവരിലേക്ക് എല്ലാം കർത്താവെ ഞങ്ങളുടെ വചനത്തിൻ്റെ സാന്നിധ്യം ഈ സമയം ഇറങ്ങട്ടെ. മോശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഈ സമയം അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഇവരെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.